ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ എന്താണ് നോമ്, അതേപോലെ നോമിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെഫിനിഷൻ ഓഫ് നോം: ലെറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ബി ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഓൺ എ വെക്റ്റർ സ്പേസ് ബി. ഇപ്പോൾ ഒരു വെക്റ്റർ സ്പേസിലെ ഒരു ഇന്നർ പ്രൊഡക്റ്റാണ് ഇത് നമ്മുടെ ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്നത് ഓവർ ദ ഫീൽഡ് എഫ്. ദെൻ inner product of alpha and alpha is greater than or equal to 0 for any vector alpha in V. ഇപ്പോൾ വിയിൽ ഏതൊരു വെക്റ്റർ ആൽഫ എടുത്താലും അപ്പം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ ഡിനോട്ടഡ് ബൈ നമ്മൾ നോം എന്നാണ് പറയുക. നോം ആൽഫ ഈസ് കോൾഡ് the norm of alpha with respect to the inner product. That is, norm of alpha is equal to root of inner product of alpha and alpha, or the square ഏതാന്ന് വരും? norm of alpha square equal to inner product of alpha and alpha. അപ്പോൾ ഇതാണ് inner productൻ്റെ ഡെഫിനിഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് inner product of alpha and alpha. Okay. If V equal to Rn, ഒരു റിമാർക്കായിട്ട് എഴുതാം. If V equal to Rn with the standard inner product, then for any alpha equal to n tuple ആയിരിക്കും. Rnൽ ഒരു എലിമെൻ്റ് അല്ല, അപ്പോൾ n tuple x1 x2 etc xn in V. Then inner product of alpha and alpha equal to എന്താ വരിക നോക്കാം. inner product of alpha and alpha is equal to inner product of x1 x2 etc xn and x1 x2 etc xn. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് പിന്നെ സെക്കൻഡിൻ്റെ കോൺജുഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ x1 x1 ബാർ പ്ലസ് x2 ബാർ പ്ലസ് എക്സെട്ര പ്ലസ് xn ബാർ എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. പക്ഷേ എക്സൈകളെല്ലാം ആറിലായതുകൊണ്ട് എക്സൈകളെല്ലാം ആറിലാണ്. അപ്പോൾ ഈ എക്സൈ ബാറൊക്കെ എന്തുതന്നെയാണ് വരിക? ആറിൻ്റെയാണ് വരിക അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് വന്നു. x1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്നത് എന്ത് വന്നു? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. നമ്മളിതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. therefore സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ വരാം? സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്നത് എന്താ? നോമാണ്. അപ്പോൾ നോം ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ. ഈ സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്. ലെങ്ത് ഓഫ് ആൽഫ ഇൻ Rn. Okay. Because of this reason, in the general context also we call norm alpha to be the length of alpha. ഓക്കെ. അപ്പോൾ നോം ആൽഫ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആൽഫയാണ് എവിടെ? Rnൽ. ഓക്കെ. അടുത്തൊരു തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം: for any two vectors alpha and beta, norm of alpha plus beta whole square is equal to norm of alpha square plus 2 into real part of inner product of alpha and beta plus norm of beta square. നമുക്ക് ആദ്യം LHS തുടങ്ങാം. അപ്പോൾ പ്രൂഫ് നോക്കാം. norm of alpha plus beta whole square is equal to
നമ്മളിപ്പോൾ ഡെഫിനേഷൻ പറഞ്ഞു നോം ഓഫ് ആൽഫ സ്ക്വയർ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫയാണ്. അപ്പോൾ നോം ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ. നമ്മളെ ഇന്നർ പ്രൊഡക്റ്റിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ഗാമ. ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരുന്നു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ഗാമ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഗാമ അല്ലേ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ഇത് നമ്മളൊരു ഗാമ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെ എഴുതാം ഇന്നർ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഇനിയോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഗാമ എന്നാണ് വരിക. ഗാമ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ എന്നാണ്. അപ്പോൾ നമുക്കതിന് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൽഫ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ തന്നെ എഴുതി നോക്കൂ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൽഫ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് അടുത്ത ടേമിൽ ഇതേപോലെ തന്നെ വരും, അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൽഫ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ എന്ന് വന്നു. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്താ നോം ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഇത് ഞാൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്തുണ്ടാവും മുകളിലൊരു കോൺജുഗേറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിലെ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ കോൺജുഗേറ്റ് എന്നത്. അപ്പോൾ ഈ ബീറ്റ ആൽഫ തിരിച്ചിടുമ്പോൾ എന്ത് വരും കോൺജുഗേറ്റ് വരും പ്ലസ് നോം ഓഫ് ബീറ്റ ഇതെന്ന് വരും നോം ഓഫ് ബീറ്റ സ്ക്വയർ അല്ലേ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ പറയുമ്പോൾ നോം ഓഫ് ബീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ഇത് നോക്കൂ ഇത് സെഡ് പ്ലസ് സെഡ് ബാർ എന്ന ഫോമില. സെഡ് പ്ലസ് സെഡ് ബാർ എന്താ സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാ. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം സെഡ് പ്ലസ് സെഡ് ബാർ എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ വന്നു 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ സെഡ് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. നോം ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ. ഓക്കെ, അടുത്തൊരു തിയറം ഉണ്ട്, തിയറം 2. For any two vectors alpha and beta, norm of alpha minus beta whole square is equal to norm of alpha square minus 2 into real part of alpha and beta plus norm of beta square. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. നെക്സ്റ്റ് തിയറം for any two vectors alpha and beta, norm of alpha plus I beta whole square is equal to norm of alpha square plus 2 into imaginary part of inner product of alpha and beta plus norm of beta square. Proof: norm of alpha plus I beta whole square is equal to inner product ആക്കിയിട്ട് എങ്ങനെ എഴുതാം inner product of alpha plus I beta and alpha plus I beta. നേരത്തെ അതേപോലെ തന്നെ
ഈ ഒരു ടേമിനെ നമ്മൾ ഗാമ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി കൊടുക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ഗാമ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഗാമയാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ, താഴെ നമ്മൾ ഗാമ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൽഫ പ്ലസ് ആൽഫ ആൻഡ് താഴെ ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് എവിടെയോ ഐ ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഐ ബീറ്റ ആണ് ഇന്നർ പ്രൊഡക്റ്റ് വരിക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഐ ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ഐ ബീറ്റ പ്ലസ് ഐനെ നമുക്ക് പുറത്തെടുക്കാം. പൈ ഇൻറ്റു ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് വന്നു. ഇതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്ന നോം ആൽഫ സ്ക്വയർ ആണ് പ്ലസ് ഇവിടെ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ഐ ബീറ്റ ആണ്. അപ്പോൾ ഈ താഴെയുള്ള അതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഐ ബാർ എന്ന് വരും. സോ ഐ ബാർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ബീറ്റ ആൻഡ് ആൽഫ അല്ലേ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഇനി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഐ ബീറ്റ എന്നാണ് വരിക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഐ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ഐ ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ് അല്ലേ. അപ്പോൾ മൈനസ് ഐ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ പ്ലസ് ഇവിടെ നോക്കൂ താഴെയല്ല ഐ, അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുമ്പോൾ ഐ ബാർ വരും. ഐ ബാർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ. That is equal to norm of alpha square പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഐ എന്നല്ലേ. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ എന്ന് വരും പ്ലസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ. ഇനി നോക്കൂ ഐ ഇൻറ്റു ഐ ബാർ എന്നാണ് വരിക. അപ്പോൾ ഐ ഇൻറ്റു ഐ ബാർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഈ ഇന്നർ പ്രൊഡക്റ്റിനെ തിരിച്ചിടുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ബാർ. ഇനി ഐ ബാർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഐ സ്ക്വയർ -1 അല്ലേ. അപ്പോൾ ഐ ബാർ എന്ന് പറഞ്ഞാൽ മോഡ് ഐ സ്ക്വയർ അല്ലേ വരിക, മോഡ് ഐ സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ. മോഡ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആവും കേട്ടോ. That is equal to norm of alpha square minus I into inner product of alpha beta. അവിടെ ഞാനൊരു മൈനസ് ഐ ബാർ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഐ ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. അപ്പോൾ ആ മൈനസ് ഐയും ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ പ്ലസ് തന്നെയാണ് വരിക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഐ ബാർ എന്ന് കൊടുക്കാം.
അല്ലെങ്കിൽ ഇതിന് പ്ലസ് ഐനെ ഞാൻ എന്താക്കി മൈനസ് ഐ ബാർ എന്നാക്കി. ഇനി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ ബാർ പ്ലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു നോം ബീറ്റ സ്ക്വയർ എന്ന് വരില്ലേ. അപ്പോൾ നോം ബീറ്റ സ്ക്വയർ that is equal to norm of alpha square minus I into inner product of alpha and beta minus ഈ ഐ ബാറും അതേപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ ഹോൾ ബാറും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. കാരണം Z1 ബാർ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ. Z1 Z2 ബാർ എന്ന് പറഞ്ഞാൽ എന്താ Z1 ബാർ Z2 ബാറാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ ബാർ പ്ലസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ എന്നാ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ പ്ലസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ. അപ്പം അതെങ്ങനെ വന്നത് സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതി, അതായത് ഈ 2 ടേമിനെ ഞാനിങ്ങനെ എഴുതി. അപ്പോൾ ഇതെന്തായി, ഇത് സെഡ്, ഇത് സെഡ് ബാർ. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാണ്. അപ്പോൾ എന്ത് വരും 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡിന് പകരം നമുക്ക് മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്നല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ പ്ലസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഐ സെഡ് എന്താ വരിക, മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. അതായത് മൈനസ് ഐ എക്സ്, ഐ ഇൻറ്റു ഐ സ്ക്വയർ, അപ്പോൾ മൈനസ് ഐ സ്ക്വയർ വൈ എന്നല്ലേ വരും അവിടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ -1 ഇവിടുത്തെ മൈനസും കൂടെ +1 ആവും. അപ്പോൾ മൈനസ് ഐ എക്സ് പ്ലസ് വൈ എന്ന് വരും. ഇനി ഇതിൻ്റെ റിയൽ പാർട്ട് എന്താ, റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ സെഡ് എന്നത് എന്ത് വന്നു, ഇവിടെ റിയൽ പാർട്ട് പറഞ്ഞാൽ ഐ ഇല്ലാത്തത്, അപ്പോൾ വൈ അല്ലേ. അപ്പോൾ വൈ, ഈ വൈ ശരിക്കും അങ്ങനെയായിരുന്നു റിയൽ പാർട്ട് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് അല്ലേ. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് വൈ അല്ലേ ഇവിടെ, കാരണം ഐ ഉള്ള ടേമാണ്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നാണെങ്കിൽ വൈ ആണ്. അപ്പം റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ സെഡ് ഈക്വൽ ടു എന്ത് വന്നു, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് വന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്ത റിസൾട്ട്. ഓക്കെ, അപ്പോൾ നോം ഓഫ് ബി സ്ക്വയർ, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, താങ്ക് യു.